അടിപൊളി 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 അത് കലക്കി. ഖന്ന സർ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ ആകെ നനഞ്ഞത് കണ്ടില്ലേ? സോറി മേഡം, എന്റെ ശ്രദ്ധ മുഴുവൻ മൊബൈലിലായിരുന്നു. ഞാൻ അത് കണ്ട് ചിരിക്കായിരുന്നു. ഓ, താങ്കൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ആനയുടെ ചെവി മുറം പോലെയല്ലേ? തോത്താറാമുണ്ടാക്കിയ വീഡിയോ കണ്ടില്ലേ? എന്തായാലും കൊള്ളാം. എന്റെ ഭായ്, ഇത് ഞാനാണ്. ഞാൻ എന്റെ അമ്മോ, ചേട്ടനായിരുന്നോ? സ്വന്തം ജിമ്മിൽ മുഖം മൂടി ധരിച്ച് മോഷ്ടിക്കാൻ വന്നതായിരുന്നോ? എടാ കിറ്റ്കിറ്റെ, ഞാൻ പൊടി രക്ഷപ്പെടാൻ വേണ്ടിയാ മുഖം മൂടിയിരുന്നത്. ഞാൻ അവിടെ വൃത്തിയാക്കിയായിരുന്നു. ഈ തോത്തറമ്മ വല്ലാണ്ട് ഫേമസ് ആയല്ലോ. ഇതുപോലെ എനിക്കും ഉണ്ടാക്കാൻ പറ്റും. എന്റെ ഭായ്, ഇത് ഞാനാണ്. ഞാൻ ഒരു രക്ഷയില്ലാത്ത ആക്ടിംഗായി പോയില്ല ചേട്ടാ. ഇതിപ്പോ ഹീറോ ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എടാ, ഇതിനു മുമ്പ് പലരും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാ. ചേട്ടാ, ഞാൻ ചേട്ടനെ കുറിച്ചല്ല, എന്റെ കാര്യമാ പറഞ്ഞത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വയറുവേദനയ്ക്ക് ഗുളിക കഴിച്ച സേട്ടിന്റെ വയറ് വൈറലായി. സമൂസയിൽ സവാളയില്ലാത്തതിന്റെ പേരിൽ കസ്റ്റമർ നേരെ പോയത് കൺസ്യൂമർ കോർട്ടിൽ. ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ജീപ്പ് ചീറിപ്പാഞ്ഞു പോകുമ്പോൾ പച്ചക്കറി കടക്കാരന്റെ 2 തക്കാളി ടയറിനിടയിൽപ്പെട്ടു. പാണ്ഡെയിൽ നിന്ന് സ്വർണ്ണവിലയാണ് കടക്കാരൻ ഈടാക്കിയത്. ഇൻസ്പെക്ടർ പാണ്ഡെ വരെ ഫേമസ് ആയി. എനിക്ക് മാത്രം ഫേമസ് ആവാൻ കഴിയാത്തത്. എനിക്കും ഫേമസ് ആവണം. സണ്ണിയുടെ പുതിയ പിങ് പോങ് വീഡിയോ. ഈ സൗഹൃദം ഒരിക്കലും മായൂല. അയ്യോ, എന്തൊരു കൈപ്പാട്. ഇവിടെ വരൂ. ഇത് തലവേദനയ്ക്കുള്ള മരുന്നായിരുന്നു. പാടുപെട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഈ അടുത്ത് എനിക്കൊരു ലോട്ടറി അടിച്ചു. നീ അയാളുടെ മരുന്നെടുത്ത് കുടിച്ചു. ഡോക്ടർ തന്നു, ഞാൻ കുടിച്ചു. കറുത്താ എല്ലാടെയും സുഹൃത്താ, എല്ലാരും പറയുന്നത് അനുസരിക്കും. അതൊക്കെ പോട്ടെ, ഇദ്ദേഹത്തിന്റെ മരുന്നിന് എന്തിനാണ് എന്നെ കുടിപ്പിച്ചത്? എന്റെ ശ്രദ്ധ മുഴുവൻ പിങ് പോങ് വീഡിയോയിലായിരുന്നു. സണ്ണിയുടെ ഫണ്ണി വീഡിയോ വളരെ നന്നായിരിക്കുന്നു. അമ്മ മുതൽ അമ്മൂമ്മ വരെ എല്ലാവരും ഇത് കാണുന്നുണ്ട്. സണ്ണി ഞങ്ങളുടെ ഏരിയയിലെ വലിയ പിങ് പോങ് സ്റ്റാറാണ്. അവനാണെങ്കിൽ ഫാൻസ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സണ്ണിയുടെ വീഡിയോ ആണോ കാണുന്നത്? സത്യത്തിൽ എനിക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ നിന്റെ വീഡിയോ ആയി കാണുന്നേ. ഇതെന്തിനാ എടുത്തേ? അത് നല്ലതല്ലേ? നേരത്തെയൊക്കെ സംസാരം കൊണ്ട് മാത്രമാ തോന്നിയിരുന്നത്. ഇപ്പൊ പ്രവൃത്തി കൊണ്ട് നീ ഒരു കഴുതയാണെന്ന് തെളിയിച്ചിരിക്കുക. സംശയമുണ്ടോ? എനിക്ക് 1 മില്യൺ വ്യൂസ് ആയി. അഭിനന്ദനങ്ങൾ കിട്ടി. ഇപ്പോഴല്ല, ആദ്യം എനിക്ക് സണ്ണിയെ തോൽപ്പിക്കണം. അവന്റെ ആ ന്യൂസ് റീഡിങ്ങിനെ 2 മില്യൺ വ്യൂസ് ആയി. അതെ, അവനത് നന്നായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കിറ്റി, നീ അതിൽ എന്റെ വീഡിയോ കണ്ടായിരുന്നോ? അത് വൈറലായിരിക്കാണ്. അത് ശരി. എത്ര വ്യൂവേഴ്സ് ഉണ്ട്? മൊത്തം 170 പേരുണ്ട്. നീ വളരെ കുറഞ്ഞ റെക്കോർഡാണല്ലോ നേടിയിരിക്കുന്നത്. വീഡിയോയുടെ കണ്ടന്റ് എങ്ങനെ ഇരിക്കണമെന്ന് സണ്ണിയിൽ നിന്ന് പഠിച്ചാ മതി. ഇത്രയും കുറഞ്ഞ വ്യൂവേഴ്സ് മറ്റാർക്കും ഉണ്ടാവില്ല. അപ്പൊ അത് കുറവാണോ? ആക്ഷൻ.
ഞാൻ നേരത്തെ പറഞ്ഞതാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലാന്ന്. സംശയമുണ്ടോ? എന്തൊരു സ്റ്റണ്ടായിരുന്നു. വാവ്, മുഴുവനെ റെക്കോർഡ് ചെയ്തില്ലേ? ഇനി അതങ്ങ് അപ്ലോഡ് ചെയ്തേക്ക്. ഇല്ല, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും, വേറെ വീഡിയോ എടുക്കും. നല്ല വീഡിയോ. അത് കുഴപ്പമില്ല കൊച്ചലിയ, എന്റെ ഒരു വീഡിയോ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ അപ്ലോഡ് ചെയ്തേക്കാം. വേണ്ട സണ്ണി, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. മര്യാദയ്ക്ക് ആ മൊബൈലിലേക്ക് താ. ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അതിക്കിതാ. ഞാൻ അപ്ലോഡ് ചെയ്തു. ഹണിയുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ഇനി നാട്ടുകാർ മുഴുവനും അറിയാൻ പോവുകയാണ്. ഇവനെ എല്ലാരും കളിയാക്കും. മാത്രമല്ല ഞാൻ ഇവിടത്തെ ഏറ്റവും വലിയ പിങ് പോങ് സ്റ്റാർ ആകും. താങ്ക് യു പിള്ളേരെ, താങ്ക് യു. പെട്രോളിന്റെ വിലക്ക് ഇപ്പോഴും മാറ്റമില്ലല്ലോ. എന്റെ ഹണി, നീ ശരിക്കും തകർത്ത് കളഞ്ഞല്ലോ. ഹണി കൈ. ഞാൻ ദാ ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. ചിലപ്പോ ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നത്തിൽ കിടന്ന് തകർത്തതാവും. കാര്യം എന്താ കന്ന സാറേ? അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ വൈറലായിട്ടുണ്ട്. നീ നിന്റെ ടാലന്റ് പുറത്തെടുത്തുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് മാത്രം എന്താണ് സംഭവിച്ചത്? കൊള്ളാം. കൺഗ്രാചുലേഷൻസ്. കൺഗ്രാചുലേഷൻസ്. ഓ, കാര്യം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയുന്നേ. അപ്പൊ നിങ്ങൾ മാത്രമേ കാര്യങ്ങൾ അറിയാത്തതായിട്ടുള്ളൂ. നമ്മുടെ ഹണി പിങ് പോങ് സ്റ്റാർ ആയിട്ട് മാറി. ഈ ജൂല ഗ്രാമം വളരെ സുന്ദരമായ സ്ഥലമാണല്ലോ. സംശയമുണ്ടോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഈ ഗ്രാമത്തിലേക്ക് വരാൻ തോന്നിയത് വളരെ നന്നായി. പിന്നെ എന്റെ കുട്ടികൾക്ക് വിനോദയാത്രയ്ക്ക് ഒരു അവസരവുമായി, എനിക്കതൊരു ചേഞ്ചുമാകും. കൂട്ടുകാരെ ദേ നോക്കി, കാളയെ കെട്ടിയിട്ടില്ല. കൃഷിക്കാരൻ നില ഒരുക്കുകയാ. അത് കൃഷിക്കാരന്റെ സ്ഥലമാണെങ്കിൽ കൃഷിക്കാരൻ തന്നെ നിലമുഴണ്ടേ? കാള എന്തിനാ നിലമുഴുന്നത്? പിന്നെ കാള എന്തിനാ? കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? ആ, കാളയ്ക്ക് നല്ല ശക്തിയുണ്ട്. ഞങ്ങളുടെ ഗ്രാമവാസികളെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കൊച്ചലിയ ഇതാ നോക്കിയേ, അയാൾ എന്നെക്കാളും പിന്നെ കഴുതയേക്കാളും വലിയ കഴുതയാണെന്നാ തോന്നുന്നേ. കഴുതയുടെ പുറത്താ ഇരിക്കുന്നേ, എന്നിട്ട് സാധനങ്ങൾ തലയിൽ വെച്ചിരിക്കുക. അതാ കഴുതയുടെ പുറത്തെടുത്ത് വെച്ചാ പോരെ. നിങ്ങൾ ശരിക്കും ഒരു കഴുത തന്നെ. അയാളുടെ ഭാരമല്ലേ ആ കഴുത ചുമന്നുകൊണ്ടിരിക്കുന്നത്. ആ സാധനങ്ങളും കൊണ്ട് ആ കഴുതയുടെ പുറത്തിട്ടാൽ ആ കഴുത എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങളുടെ നഗരത്തിൽ സാധാരണ ഇങ്ങനെയാണ് നടക്കാറ്. ഇതെന്തൊരു ഗ്രാമമാണ്. ഓ, ഇവിടെയെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടാണല്ലോ തോന്നുന്നത്. അതെ മാഡം, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. മാഡം നോക്കൂ, നല്ല മനോഹരമായ കൊട്ടാരമാണ്. ഇതാ മാഡം, ഇതാണ് മൂൺലൈറ്റ് വില്ല. ഓ, ഇത് വളരെ മനോഹരമായ സ്ഥലമാണല്ലോ. മഴ പെയ്യാതെ തന്നെ ആലിപ്പഴം പൊഴിഞ്ഞ് വീഴാണല്ലോ. ഇത്ര ശക്തിയിലാണോടാ പൊട്ട ആലിപ്പഴം വീഴുന്നത്? ഇത് ആലിപ്പഴം ഒന്നുമല്ല, വേറെന്തോ ആണ്. യുദ്ധം തുടങ്ങിയെന്ന് തോന്നുന്നത്. സംശയമുണ്ടോ? ഇത് അതൊന്നും അല്ല, വേറെ എന്തോ ആണ്. വരൂ, നമുക്ക് രക്ഷപ്പെടാം. ഇതെന്തായി സംഭവിക്കുന്നത്? ഇവിടെ പുതിയതാണോ? അതെ, അവധി ആഘോഷിക്കാൻ വന്നതാണ്.
രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ പുറത്തിറങ്ങരുത്. അന്നേരം എന്റെ കുട്ടികൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ ഞങ്ങളെ ഈ ഗ്രാമം മുഴുവൻ കാണിക്കുമോ? അതെ, ഒരു ബോളിന് വേണ്ടിയല്ലേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. ഞാൻ ഓരോരുത്തർക്കും ഓരോ ബോൾ വാങ്ങിക്കൊടുത്തു. ഇനി ഇവർ മത്സരിക്കില്ല, കയ്യിലുള്ള ബോൾ വെച്ച് നന്നായിട്ട് കളിച്ചോളും. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഇങ്ങനെയാണ് നടക്കാറ്. അപ്പൊ കോച്ചെ 9 മണിയായി, കളിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ പപ്പടമല്ല, ഞാനൊന്ന് ഉണക്കായിടട്ടെ. നിങ്ങൾ നിലത്ത് ഉണക്കാൻ ഇടാൻ പോവുകയാണോ? ഇത് ആകാശത്ത് ഉണക്കായിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ആൾക്കാരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും? 9 മുതൽ 11 വരെ പപ്പടം ഉണക്കാനുള്ള സമയമാണ്. ഒന്നുകിൽ നിങ്ങൾ 9 മണിക്ക് മുൻപേ ഇറങ്ങണം, അല്ലെങ്കിൽ 11 മണിക്ക് ശേഷം ഇറങ്ങണം. ഇതെല്ലാ അപ്പാർട്ട്മെന്റിലെ നിയമമാണ്. എല്ലാവരും 9 മണി മുതൽ 11 മണി വരെ പപ്പടം ഉണക്കും. ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് പപ്പടം എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഓഫീസ് ടൈം 12 മണിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഈ 202 എവിടെയാണെന്ന് പറയാമോ? 2 ആണെങ്കിൽ 1 ശേഷം, 200 ആണെങ്കിൽ 100 ശേഷമാണ് വരുന്നത്. 2ന്റെ നടുക്ക് വരും. എന്നാൽ ഞാൻ പോവുകയാണ് മാഡം. വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിയുമായി എത്തിക്കോളാം. കൊള്ള, ഇത് ഏകദേശം നമ്മുടെ വീട് പോലെ തന്നെയുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്. ശരി കുട്ടികളെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്കും ഞങ്ങളൊന്ന് താഴെ പോയിട്ട് വരാം. ഓക്കെ. പക്ഷെ കോമ്പൗണ്ടിന് പുറത്തേക്കൊന്നും പോയിക്കരുത്. ദാ നോക്ക്, നമുക്ക് സ്ഥലങ്ങൾ കാണാൻ ഒരുമിച്ച് തന്നെ പോകാം. ഓക്കെ. ഓക്കേ മേഡം. അല്ല, ഈ പക്ഷി ഇത് എവിടുന്നാ പറന്നു വന്നത്? അയ്യോ കൊച്ചലിയ, ദേ ചിറകുള്ള അണ്ണാൻ. എടാ, എന്നെ ആരെങ്കിലും ഈ പക്ഷിയിൽ നിന്നൊന്ന് രക്ഷിക്കുക. ഇത് വെറും ഒരു പക്ഷിയല്ല, ഇതൊരു കോഴിയാണ്. കോഴി. പൂവൻ കോഴിക്ക് ഇത്രയും വലിയ ചിറകുകളോ? എന്റെ മരുന്നിന്റെ ഫലമാണ്. അതെ, എന്റെ മരുന്നിന്റെ ഫലം. ഈ കോഴിക്ക് മരുന്നല്ല കൊടുക്കേണ്ടത്, അല്പം കാരുണ്യ കാട്ടേണ്ടത്. ഇത്രയും വലിയ ഈ ചിറകുള്ള കോഴി എങ്ങനെയാ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിങ്ങൾ ആരാ? ഞാൻ ഡോക്ടർ വിൻസാൻ, ചിറക് എക്സ്പെർട്ട് ആണ്. ചിറക് എക്സ്പെർട്ട്. ഇനി ഈ കോഴി ഞാൻ കൊടുത്ത ചിറകിലൂടെ ആകാശത്തിലൂടെ പറക്കും. അതായത് ഞാൻ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ആകാശത്തിലൂടെ പറപ്പിച്ചിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. എന്നാ ഞങ്ങളുടെ പോപ്പട്ടിന്റെ ചിറകുകൂടി ഒന്ന് വലുതാക്കി തന്നൂടെ? ഒന്ന് ട്രൈ ചെയ്യുന്നോ? നോ. ഞാൻ ട്രൈ ചെയ്യാം. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്നിൽ അതേതായാലും ഞാൻ പരീക്ഷിച്ച് കാണിക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് സംഭവിക്കാറ്. അപ്പൊ പിന്നെ ഈ മഴ ഇത് എവിടുന്നാ വന്നത്? ഞാനാണ് ഈ മഴയുണ്ടാക്കിയത്. മരങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. മരമോ? അതെ. മാത്രമല്ല, ഈ അപ്പാർട്ട്മെന്റിന്റെ പുറകിൽ എന്റെ ചെറിയ കൃഷിസ്ഥലമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മഴ വളരെ കുറവാണ്. ഞാൻ എന്റെ വീടിന്റെ മുകളിൽ ചെറിയ ചെറിയ പൈപ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. കൃഷിസ്ഥലത്ത് നല്ല വെള്ളവും കിട്ടും, അപ്പാർട്ട്മെന്റിന് നല്ല തണുപ്പുമായിരിക്കും. ഇവിടെ 4 മണി മുതൽ 5 മണി വരെ മഴയുടെ സമയമാണ്. മഴ നിന്നല്ലോ, പിന്നെ എന്തിനാ കുടയെടുത്ത് പിടിക്കുന്നത്? അയ്യോ, ഇത് ചെറിയൊരു ട്രെയിലർ ആയിരുന്നു. ഇനി ആ മഴ തുടങ്ങാൻ പോകുന്നത്. അകത്തേക്ക് പോകാം കുട്ടികളെ. ഇതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളായിരുന്നു. ഇവിടെ അപ്പൊ പ്രേതം ഉണ്ടല്ലേ? സംശയമുണ്ടോ? നിങ്ങൾക്കെന്താ, ആരെങ്കിലും ചിലപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരിക്കും. ഓ, ഈ രാത്രിയിൽ 12 മണിക്കാണോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയത്? ഓഹോ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? തെങ്ങിന്റെ തൈ ചോദിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഗുരുജി പറഞ്ഞത് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണെന്നാണ്. ഈ പാതിരാത്രിക്ക് ആരെയും പ്രാക്ടീസ് ചെയ്യൂ? ഗുരുജി പറയുന്നത് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, അല്ലെങ്കിൽ ചിലങ്ക കൊണ്ട് അടിക്കുമെന്നാണ് പറയുന്നത്. ഓ, ഇത് ഇവന്മാരുടെ സ്ഥിരം പണിയാണെന്നേ. നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോ ആന്റി. നിങ്ങൾക്ക് 6th ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൂടെ? വേണ്ട, നിങ്ങൾ ചിലപ്പോ അവിടെ വെച്ചെന്റെ ചിറകൾക്ക് വലിപ്പം കൂട്ടും. ഞങ്ങള് ഇവിടെ തന്നെ കഴിഞ്ഞോളാം. ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പൊ പിന്നെ ഒന്നും അറിയില്ല. നമ്മൾ എത്തിപ്പോയി. നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് മിസ്റ്റർ പാണ്ഡ? അതായത് വിചിത്ര പാണ്ഡ സാർ. ബംഗ്ലാവാണ്. ഇവിടെ നിങ്ങൾക്ക് 15 ദിവസം വരെ താമസിക്കാം. അല്ല, അതിന് ഞങ്ങൾക്ക് 15 ദിവസം നിൽക്കണ്ട. ഇത് ഞങ്ങളുടെ നാടിന്റെ നിയമമാണ്. നിങ്ങൾ 15 ദിവസം നിൽക്കാൻ വന്നുവെങ്കിൽ 15 ദിവസം നിന്നിട്ടേ പോകാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോ ഞാൻ തന്നെ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കാം. ശുഭരാത്രി.
15 ദിവസം നമ്മൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നേ? നിങ്ങള് ഭാഗ്യവാന്മാരെ. 15 ദിവസമല്ലേ കിട്ടിയുള്ളൂ. ഞാൻ 5 വർഷത്തെ കോൺട്രാക്റ്റിൽ ജോലി ചെയ്യാൻ വന്നതാ. ഞാൻ ഇവിടെ 5 വർഷം കഴിച്ചു, എന്നിട്ട് എന്നെ ഇതുവരെ വിട്ടിട്ടില്ല. നമുക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മാഡം ആ ടാക്സിക്കാരനെ വേഗം വിളിക്ക്. അയാളോട് കറങ്ങാൻ പോണെന്ന് പറഞ്ഞാ മതി. ആ ടാക്സിക്കാരനും ഇനി നിങ്ങളെ തിരിച്ചോണ്ട് പോയില്ല. ആ ചേട്ടാ, എവിടെയാണിപ്പോ? വേഗം വരൂ, ഞങ്ങൾക്ക് ഇപ്പോ തന്നെ കറങ്ങാൻ പോകണം. ഞങ്ങൾ ആ പഴയ ബംഗ്ലാവിലുണ്ട്. ആ ഓക്കേ. അയാൾ എന്ത് പറഞ്ഞു മാഡം? അയാള് പറഞ്ഞു കുറച്ച് ദൂരെയാണ്, അല്പസമയത്തിന്. എക്സ്ക്യൂസ് മീ, എന്റെ പേര് സുഖി എന്നല്ല, സൂരജ്മുഖി എന്നാണ്. ചെങ്ങാതി, തന്റെ ഷർട്ടിന്റെ അകത്ത് ഒരു തേനീച്ച കയറിയിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ കേക്ക് മോഷ്ടിക്കുന്നേ. എല്ലാ നാടുകളിലും ഞാൻ ബണ്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഓടറ ബണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ വിട്ടേക്ക് ചെങ്ങാതി, ഞാനില്ലേ കൂടെ. നീ എന്താ വല്ല ആശ്രമത്തിൽ നിന്നുമാണോ വന്നത്? നീ എന്റെ തൊട്ടടുത്തുള്ള സെല്ലിലല്ലേ ഉണ്ടായിരുന്നത്? ഇന്ന് എന്റെ കയ്യിലൊരു മൊബൈലുണ്ട്, ബാറ്ററി ഉണ്ട്, സിം ഉണ്ട്. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ എന്റെ ചാർജർ ഉണ്ടളിയാ. സ്മാർട്ട് ബോയ്. ഇനി നീ എന്റെ പ്ലാനിലെ ബാഡ് ബോയ്. ഇനി മുതൽ നമ്മുടെ മോഷണമെല്ലാം ഈ എണ്ണ തേച്ചുകൊണ്ടായിരിക്കും. അതായത് അഥവാ നമ്മളെ നാട്ടുകാരെ പിടിച്ച് തല്ലിയാൽ കൂടെ ഒരു മസാജ് കൂടിയോ? അതല്ലേ അളിയന്റെ ഉദ്ദേശം? വെരി ബാഡ് ബോയ്. നീ സംസാരിച്ചാൽ മൊത്തം ബോർ ബോയ്. ശരീരത്തിൽ എണ്ണ തേച്ചു കഴിഞ്ഞാൽ അത് വഴുക്കുന്നത് കൊണ്ട് ആർക്കും നമ്മളെ പിടിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഇന്നെന്റെ കയ്യിൽ വെണ്ണയുണ്ട്, പാലുണ്ട്, തൈരുണ്ട്. നിന്റെ കയ്യിൽ എന്തോന്നുണ്ട്? എന്റെ കയ്യിൽ പശുവില്ലേ അളിയാ? അത് തരില്ലേ ഈ പാലും തൈരും വെണ്ണയും മോരും ഒക്കെ?